അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് ഇന്ന് അത്ഭുതകരമായ ഒരു മക്ബറയെക്കുറിച്ചും ആ മക്ബറയിൽ അന്തിയുറങ്ങുന്ന ഒരു മഹാനുഭാവനെ കുറിച്ചും നമ്മൾ പരിചയപ്പെടുകയാണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയുടെയും ചെർപ്പുളശ്ശേരിയുടെയും ഇടയിലുള്ള ആനമങ്ങാട് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആനമങ്ങാടിനടുത്ത് ഒടമല എന്ന് പറയുന്ന ഒരു മക്കാമുണ്ട്. ഒടമല മക്കാം. അവിടെ അന്തി ഉറങ്ങുന്നത് ഷെയ്ഖ് ഫരീദ് ഔലിയാ നവ്വറല്ലാഹു മർക്കദ എന്ന മഹാനുഭാവനാണ്. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ മക്ബറയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അവിടെ സന്ദർശിക്കുന്ന, അവിടെ കടന്നു ചെല്ലുന്ന, അവിടത്തേക്ക് യാസീൻ ഓതുന്നവർക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ നേട്ടങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരിക്കലെങ്കിലും അവിടം സിയാറത്ത് ചെയ്യാൻ നമ്മൾ കൊതിച്ചു പോകും. അല്ലാഹു ആ മഹാനുഭാവന്റെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിൽ പരിശുദ്ധമായ മക്കയിൽ നിന്ന് വന്ന ഷെയ്ഖ് ഹുസൈൻ എന്ന മഹാനുഭാവന്റെ ശിഷ്യനായിട്ടാണ് ഒടമല മക്കാമിൽ അന്തി ഉറങ്ങുന്ന മഹാനുഭാവനെ കരുതപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ജന്മം, അദ്ദേഹത്തിന്റെ ജന്മനാട്, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ, ജീവചരിത്രങ്ങളൊന്നും കൃത്യമായി നമുക്ക് ലഭ്യമല്ല. അദ്ദേഹം ഒടമലയിൽ എത്തുന്നത് ഏകദേശം 1700-ന്റെയും 1800-ന്റെയും ഇടക്കാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ ഒടമല എന്ന് പറയുന്ന പ്രദേശത്ത് ഭീതിപ്പെടുത്തുന്ന വന്യമൃഗങ്ങളും ഇഴജന്തുക്കളൊക്കെ ഉള്ള വലിയൊരു കാടായിരുന്നു. ആ കാടിന്റെ നടുവിലൂടെ ഒരു മനോഹരമായ അരുവി ഉണ്ടായിരുന്നു. ആ അരുവി കടുത്ത് ഏകനായിക്കൊണ്ട് പടച്ച തമ്പുരാന് സുജൂദ് ചെയ്ത് നമസ്കരിച്ച് ഇബാദത്തെടുത്ത് അങ്ങനെ സമയം ചെലവഴിച്ചിരുന്ന മഹാനുഭാവൻ. പരിസര പ്രദേശങ്ങളിലൊന്നും വീടുകൾ ഉണ്ടായിരുന്നില്ല, ഒറ്റപ്പെട്ട വീടുകൾ. ആ വീടുകളിലേക്ക് തന്നെ ഒരുപാട് കിലോമീറ്ററുകൾ ഇറങ്ങി ചെല്ലണം. ആ വീടുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് മഹാനുഭാവൻ അദ്ദേഹത്തിന് കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ശേഖരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. ആ വീടുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അദ്ദേഹത്തിന് ആവശ്യമായ ഭക്ഷണങ്ങൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ശേഖരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പതിവായിരുന്നു. വളരെയധികം ഭക്തിയോടെ ആ കുടുംബങ്ങൾ നൽകുന്ന ഭക്ഷണം അദ്ദേഹം കൊണ്ടുപോവുകയും കാടിനുള്ളിൽ ശേഖരിച്ചു വെക്കുകയും അദ്ദേഹം കഴിക്കുകയും ഇബാദത്തുകളിൽ മുഴുകുകയും ചെയ്ത് അങ്ങനെ കാലങ്ങൾ എത്ര കഴിഞ്ഞു എന്നറിയില്ല. ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വന്യജീവികളുള്ള, ഇഴജന്തുക്കളുള്ള ആ കാടിന്റെ നടുമധ്യത്തിൽ അദ്ദേഹം മരണമടയുകയാണ്. അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയാണ്. അദ്ദേഹം വിട പറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞു. അദ്ദേഹത്തെ മറവ് ചെയ്യപ്പെടണം. പക്ഷേ അദ്ദേഹം മരണപ്പെട്ട വിവരം ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ആ നാട്ടിലെ ഒരു സഹോദരൻ സ്വപ്നം കാണുകയാണ്. നല്ല തേജസ്സുള്ള, നല്ല സുന്ദരനായ, നല്ല സുമുഖനായ ഒരാൾ കടന്നു വന്നിട്ട് പറയുന്നു, ഇന്ന സ്ഥലത്ത്, ഇന്ന പ്രദേശത്ത്, ഇന്ന കാടിന് നടുവിൽ ഒരു മഹാനുഭാവൻ മരണപ്പെട്ട് കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുക എന്ന് ഒരു തേജസ്സായ മുഖവുമായി ഒരു മനുഷ്യൻ സ്വപ്നത്തിൽ വന്ന് തന്നോട് പറയുന്നതായിട്ട് ഒരാൾ സ്വപ്നം കാണുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ സമാനമായ സ്വപ്നം ആ നാട്ടിലെ പല ആളുകളും കണ്ടിട്ടുണ്ട്. അങ്ങനെ അവർ ആ മഹാനുഭാവനെ അന്വേഷിച്ചുകൊണ്ട് കാട് കയറുകയാണ്. കാട് കയറിയപ്പോൾ ഒരു കേടുപോലും പറ്റാതെ, ശരീരം അഴുകുക പോലും ചെയ്യാതെ ഉറങ്ങിക്കിടക്കുന്നത് പോലെ നല്ല പ്രകാശമുള്ള ഒരു മനുഷ്യൻ കിടക്കുന്നത് അവർ കണ്ടെത്തുകയാണ്. ഈ മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ തന്നെയാണ് ഞങ്ങൾ സ്വപ്നത്തിൽ അറിയിക്കപ്പെട്ട ആ വ്യക്തിയെന്ന് ഇവർ തിരിച്ചറിയുകയും ഒന്നുകൂടി ഉറപ്പ് ലഭിക്കാൻ വേണ്ടി അവർ അള്ളാഹുവോട് പറഞ്ഞു, അള്ളാഹുവെ, ഞങ്ങൾക്കൊരു ദൃഷ്ടാന്തം കാണിച്ചു തരുമോ? അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കുകയാണ്. മരണപ്പെട്ട് കിടക്കുന്ന ആ വ്യക്തിയുടെ നെറ്റിത്തടത്ത് ഒരു ദ്വാരമുണ്ടാവുകയും അതിൽ നിന്ന് ചുടുരക്തം പുറത്ത് വരികയും ചെയ്തപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള മഹാനുഭാവൻ പറഞ്ഞു, അവരുടെ കൂട്ടത്തിലുള്ള വലിയ പ്രായമുള്ള ഒരു വ്യക്തി പറഞ്ഞു, അത്രേ, അള്ളാഹുവെ, ഞങ്ങൾക്ക് മതിയായി, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ വളരെയധികം ആത്മാർത്ഥതയോടെ അവർ അവിടെ ആ മഹാനുഭാവനെ അദ്ദേഹം മരണപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് തന്നെ മറമാടി എന്നാണ് ചരിത്രം. അങ്ങനെ അദ്ദേഹത്തെ ഇടയ്ക്കൊക്കെ ചില ആളുകൾ സന്ദർശിക്കുമായിരുന്നു. പക്ഷേ ഭയങ്കര കാടും ഭയങ്കര മലയും അതുപോലെ വന്യജീവികളും ഇഴജന്തുക്കളും ഒക്കെ ഉള്ള ഭീതി
ഭീതിപ്പെടുത്തുന്ന ഒരു പ്രദേശമായതിനാൽ അധികം ആളുകളും അങ്ങോട്ട് പ്രവേശിക്കാറില്ല. കാലങ്ങൾ പിന്നിടും തോറും അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ മാഞ്ഞുപോയി. അങ്ങനെ പിന്നീട് കാലഘട്ടങ്ങൾ ഒരുപാട് മറിഞ്ഞപ്പോൾ, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ഒരുപാട് പതിറ്റാണ്ടുകൾ, ഒരുപാട് നൂറ്റാണ്ടുകൾ കടന്നപ്പോൾ, വീടുകളും ജനസംഖ്യയും വർദ്ധിച്ചപ്പോൾ, ജനങ്ങൾ കൃഷി ആവശ്യാർത്ഥം കാട് വെട്ടിത്തെളിക്കുന്നതിനിടയിൽ കാളയെ കൊണ്ടുവന്ന്, പോത്തിനെ കൊണ്ടുവന്ന്, കന്നിനെ കൊണ്ടുവന്ന് പൂട്ടുന്ന സമയത്ത് ആ മക്ബറയുടെ ഭാഗത്തെത്തിയപ്പോൾ, അദ്ദേഹത്തിന്റെ ഖബറിന്റെ ഭാഗത്തെത്തിയപ്പോൾ കാള നിൽക്കുകയാണ്, മുന്നോട്ട് പോകുന്നില്ല. ഈ കർഷകൻ കാളയെ അടിച്ചു നോക്കി, ഈ കാളയെ ഒരുപാട് ഉപദ്രവിച്ചു നോക്കി, പക്ഷെ കാള മുന്നോട്ട് പോകുന്നില്ല. അവസാനം ഇദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് വന്ന് സ്വപ്നത്തിൽ ആ മഹാനുഭാവന് സ്വപ്നം കാണുകയാണ്. ആ മഹാനുഭാവൻ പറയുകയാണ്, എൻ്റെ ഖബറാണ് അവിടെയുള്ളത്, അതുകൊണ്ട് അവിടെ കൃഷി ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഈ കർഷകൻ അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ അവിടെ ഒരു ഖബർ കാണുകയും അവിടെ ഒരു മക്ബറ അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് വർഷങ്ങൾ വീണ്ടും കടന്നു പോയപ്പോൾ ഒരു വ്യക്തി, ഡോക്ടർമാരും വൈദ്യന്മാരും എല്ലാം കൈയൊഴിഞ്ഞ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു വ്യക്തി, അല്ലാഹുവേ എൻ്റെ രോഗം ശമനം കിട്ടുകയാണെങ്കിൽ ഈ മക്ബറ ഞാൻ പുതുക്കി പണിയുമെന്ന് നേർച്ചയാക്കുകയും അദ്ദേഹത്തിന് ശമനം കിട്ടുകയും ചെയ്തു എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒടമല മക്കാമിൽ അന്തിയുറങ്ങുന്ന മഹാനുഭാവൻ, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു 4 യാസീൻ ഓതിയിട്ട് നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ വിട്ടുമാറാത്ത ഏത് രോഗങ്ങൾക്കും, എത്ര പഴക്കമുള്ള രോഗങ്ങൾക്കും ശമനം കിട്ടുമെന്ന് ഇന്നും അനുഭവസ്ഥരായ പണ്ഡിതന്മാർ നിർദ്ദേശിക്കുന്ന ഒരു അത്ഭുത സത്യമാണ്. അതുകൊണ്ട് ആ മഹാനുഭാവന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുകയും ഒരിക്കലെങ്കിലും അവിടെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നാം തയ്യാറാവുകയും ചെയ്യുക, അവിടുത്തെ പൊരുത്തം നേടിയെടുക്കുക. നമ്മുടെ ഉദ്ദേശങ്ങൾ, നമ്മുടെ രോഗങ്ങൾക്കൊക്കെ പരിഹാരം ലഭിക്കാൻ അത് സഹായമാകും. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ഇഷ്ടം വെക്കുന്ന യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.